ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും കൂടിയും ചെയ്തിടുക. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. പത്തിരിയൊക്കെ ഉണ്ടാക്കണ പൊടിന് അപ്പോൾ അതൊരു കപ്പ് ചേർത്ത് കൊടുത്ത്, പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്ത്, പിന്നെ 2 ഏലക്കായ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് തന്നെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് അതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ജീരകമാണ് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതേപോലെ നല്ല ലൂസിയിലാണ് ഇരിക്കേണ്ടത്. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 1/2 മണിക്കൂർ മൂടി വെക്കാം. എന്നിട്ട് 1/2 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകിയിട്ട് ഇത്തിരി ഒന്ന് കട്ടിയിലായിട്ട് വരും. അപ്പം നമ്മൾ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ തടവി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. അധികം കട്ടിയല്ല, നല്ല കനം കുറവിലാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. അപ്പോഴത്തേനും നമ്മൾ ഇഡ്ഡലി ചെമ്പിയിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആവി ഏറ്റാനായിട്ട് വെക്കണം. അപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടിട്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ തട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെ മിക്സ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു 15 to 20 മിനിറ്റ് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോഴത്തേനും നമ്മുടെ കിണ്ണത്തപ്പം നന്നായി വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നല്ല കനം കുറവിൽ നല്ല സോഫ്റ്റായ ഒരു കിണ്ണത്തപ്പം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മുറിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ മുറിച്ചിട്ട് നല്ല കനം കുറവിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നൊക്കെ ഉണ്ടാക്കി നോക്കട്ടോ.